ഇന്ന് കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും ഇപ്പം ടീനേജ് ഗ്രൂപ്പുള്ള ആളുകൾ അതേപോലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു 5 വയസ്സ് 6 7 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സുകളിൽ എല്ലാവർക്കും കോമൺ ആയിട്ടും കാണപ്പെടുന്ന ഒരു സ്കിൻ കണ്ടീഷനാണ് എക്സിമ അല്ലെങ്കിൽ വരണ്ട ചർമ്മം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ. അപ്പം ഇന്ന് ഇപ്പോൾ സ്കിൻ ഫോൾഡുകളിൽ അല്ലെങ്കിൽ സ്കിന്ന് കൂടുതൽ ടൈറ്റൻഡ് ആയിട്ടുള്ള ഏരിയാസുകളിലൊക്കെയാണ് ഈ ഒരു എക്സിമ കണ്ടീഷൻസ് കോമൺ ആവുന്നത്. അതേപോലെ തന്നെ ജനറലൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു എക്സിമ കണ്ടീഷൻസ് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സിമ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ പ്രശ്നങ്ങളുടെ കോസസുകൾ അതിൻ്റെ പ്രതിവിധി കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യോൺബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എക്സിമ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ. എക്സിമ എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഗ്രീക്ക് മീനിങ് എക്സീൻ എന്നാണ്. അതിൻ്റെ ഒരു മീനിങ് നോക്കുന്ന സമയത്ത് ബോയിൽ ഓവർ അല്ലെങ്കിൽ ബേൺ ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് എന്നുള്ളൊരു മീനിങ് ആണ്. ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ഉണ്ട്. ആ ബാരിയർ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ ആ ഒരു ബാരിയർ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് സ്കിന്ന് നമ്മൾ നന്നായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടും. അതവിടെ ഒരു ഒരു ഓർഗാനിസംസോ അല്ലെങ്കിൽ ഒരു പാത്തോജൻസോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണമാണ് ഈ ഒരു എക്സിമ അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈ സ്കിൻ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. എക്സിമ എന്ന് പറയുമ്പോൾ ഡ്രൈ സ്കിൻ ആണ്. പക്ഷെ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആണ്. സ്കിന്നിൻ്റെ ഡെർമ മീൻസ് സ്കിൻ, ഐറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. സ്കിന്നിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. എക്സിമ എന്ന് പറയുമ്പോൾ സ്കിന്നിൻ്റെ സർഫസ് ബ്രേക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കിന്നിൽ നന്നായിട്ട് ചൊറിഞ്ഞിട്ട് അത് ആ ഒരു പ്രതലം പൊട്ടിപ്പോവും, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആയിട്ട് വൈറ്റ് സ്കെയിൽസ് പോലെ കാണിക്കാവുന്നതാണ്. അതാണ് നമ്മൾ എക്സിമ എന്ന് പറയുന്നത്. ഇതിന് പല സ്റ്റേജുകളാക്കി നമുക്ക് കാണിക്കാവുന്നതാണ്. എക്സിമ എന്ന് പറയുമ്പം അതിൽ തന്നെ നന്നായിട്ട് ചിലർക്ക് ചടിച്ച് വീർത്ത് ഇങ്ങനെ ബ്ലിസ്റ്റേഴ്സ് പോലെ അല്ലെങ്കിൽ ചെറിയ കുരുക്കൾ പോലെ കാണിക്കാവുന്നതാണ്. അത് പല ഏരിയാസിലും കാണും. നമ്മുടെ കൈയിൻ്റെ പുറത്ത്, കാലുകൾക്ക്, ഷോൾഡേഴ്സിൽ, ഫേസിൽ, നെക്കിൽ, ജനറലൈസ്ഡ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എക്സിമ കണ്ടീഷൻസ് കാണിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു കുരുക്കൾ പോലെ കാണിക്കും. പിന്നെ അത് നമ്മൾ ചൊറിഞ്ഞ് അതിൽ നിന്ന് പസ് വന്ന് അത് ഡ്രൈ ആയിട്ട് ഫ്ലേക്സ് വരും. ഡ്രൈ ഫ്ലേക്സ് അല്ലെങ്കിൽ ഡ്രൈ പോലത്തെ പൊടി പോലെ കാണിക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേജസ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻസ് കാണിക്കുന്നത് ഇങ്ങനത്തെ ഈ ഒരു സ്റ്റേജിലൂടെയാണ്. അപ്പം യൂഷ്വലി പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു എക്സിമ അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ പ്രശ്നങ്ങളുള്ള സമയത്ത് അതൊരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പടരുമോ അല്ലെങ്കിൽ സ്പ്രെഡ് ആവുമോ? അതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. അതൊരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവില്ല. പക്ഷേ സ്കാബസ്, ടീനിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവും. കാരണം അവിടെ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു കോസേറ്റീവ് ഏജന്റ് അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസംസ് അവിടെ പ്ലേ ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ഇൻഫെക്ഷൻ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവുന്നത്. ഉദാഹരണം, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ റിംഗ് വർം ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കോമൺ ആണ്. അൺഹൈജീനിക് പ്രസൻസ് കാരണം അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ കാരണം കുട്ടികളിൽ നിന്നും മറ്റൊരു കുട്ടികളിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസസുകളുണ്ട്. അവിടെ റിംഗ് വർം അല്ലെങ്കിൽ വട്ടച്ചൊറി പോലത്തെ കണ്ടീഷൻസ് ആണ് കാണിക്കുന്നത്. അവിടെ ഫംഗൽ ഗ്രോത്ത് അമിതമായിട്ട് ഉണ്ടാവുമ്പോൾ കാൻഡിഡ ആൽബിക്കൻസ് പോലത്തെ ഫംഗസ് ഗ്രോത്തിൻ്റെ ഒരു വളർച്ച കാരണമാണ് ഈ ഒരു റിംഗ് വർം ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ അതൊരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവും. പക്ഷേ എക്സിമ കണ്ടീഷൻസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവുകയില്ല. ഈ ഒരു എക്സിമ കണ്ടീഷൻസിന്റെ കാരണങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഇതൊരു കോസേറ്റീവ് ഏജന്റോ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസംസോ ഒരു പാത്തജൻസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ അഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതല്ല. ഇത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഇംബാലൻസ് കാരണമാണ് ഈ ഒരു പ്രശ്നങ്ങൾ കാണിക്കുന്നത്. പ്രതിരോധ ശേഷി കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിന്റെ സർഫസുകളിൽ ഉണ്ടാവുന്ന ബാരിയേഴ്സിൽ ഡിസ്ഫങ്ഷൻ വരും, അല്ലെങ്കിൽ സ്കിന്നിൽ ആക്ട് ചെയ്യുന്ന കെമിക്കൽസും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൊക്കെ ഇംബാലൻസ് വരുമ്പോഴാണ് ഈ ഒരു സ്കിന്നിൽ ഡിസ്കളറേഷൻസും ഇച്ചിങ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ജനറ്റിക് ഹിസ്റ്ററി, പാരമ്പര്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ അലർജീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്പ്രെഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും അലർജി ടെൻഡൻസി ഉള്ള ഒരു ശരീരമാണെങ്കിൽ പെട്ടെന്ന് എക്സിമ ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യാം. ദെൻ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ലൈക്ക് നമ്മളിപ്പോൾ കോൾഡിനോട് എക്സ്പോഷർ ആയിരിക്കുക, കൂടുതൽ ഹോട്ട് ക്ലൈമറ്റിനോട് എക്സ്പോഷർ ആയിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ക്ലൈമറ്റ് വേരിയേഷൻസ് കാരണവും ബുദ്ധിമുട്ടുകൾ ട്രിഗർ ചെയ്യാവുന്നതാണ്. ഇനി മേജർ ട്രിഗറിങ് ഫാക്ടേഴ്സ്, ചില പോയിന്റ്സുകളിൽ നമുക്ക് ഈ ഒരു എക്സിമ സിവിയർ ആവാൻ ചാൻസസുകളുണ്ട്. നിങ്ങൾ ഓവറായിട്ട് എന്തെങ്കിലും പെർഫ്യൂംസ് യൂസ് ചെയ്യുക,
ചില സോപ്പുകൾ യൂസ് ചെയ്യുന്ന സമയത്ത്, പൗഡർ, ചില സൺസ്ക്രീൻസ്, ചില ബ്യൂട്ടി പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു എക്സിമ കാര്യങ്ങൾ ട്രിഗർ ചെയ്യാൻ ചാൻസസുകൾ കൂടുതലാണ്. അതേപോലെ തന്നെ ചില ഡിറ്റർജൻസുകൾ അല്ലെങ്കിൽ ചില സോപ്പുകൾ, ഫേസ് വാഷുകൾ, ഹാൻഡ് വാഷുകൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ചില ഗ്ലൗ യൂസ് ചെയ്യുന്ന സമയത്ത്, ചില വൂളൻ ടൈറ്റൻഡ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു എക്സിമ ട്രിഗർ ആവാൻ അല്ലെങ്കിൽ ഉള്ള കണ്ടീഷൻസ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുന്ന സമയത്ത് സിവിയർ ആയിട്ടുള്ള ഈച്ചിങ് അനുഭവപ്പെടാം, ചൊറിച്ചിൽ അനുഭവപ്പെടാം, റെഡ് ആയിട്ടുള്ള ഡിസ്കളറേഷൻസ് കാണിക്കാവുന്നതാണ്. ചിലർക്ക് അവിടെ നിന്നും ബ്ലഡ് അല്ലെങ്കിൽ ഒരു ചലം പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്ത് വരാവുന്നതാണ്. ബ്ലിസ്റ്റർ, കുമിളുകൾ പോലെ അല്ലെങ്കിൽ കുരുക്കൾ പോലെ കാണിക്കാവുന്നതാണ്. ചൊറിഞ്ഞു പൊട്ടിയിട്ട് വൈറ്റ് സ്കെയിൽസ് അല്ലെങ്കിൽ വൈറ്റ് പൊടി പോലത്തെ കണ്ടീഷൻസ് ഒക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കാവുന്നതാണ്. ഇതാണ് മെയിൻലി കോമൺലി നമുക്കുള്ള ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു എക്സിമ കണ്ടീഷൻസിന് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എസ്പെഷ്യലി ഡയറി പ്രൊഡക്ട്സുകൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക, പാൽ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കുക, നെയ്യ്, വെണ്ണ, ബട്ടർ കാര്യങ്ങൾ കുറയ്ക്കുക, ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കുറയ്ക്കുക. അത് നമ്മൾ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ട്രിഗർ ചെയ്യും, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യും. ദെൻ അതിനോടൊപ്പം തന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, ഷുഗറി ആയിട്ടുള്ള ആഹാരങ്ങൾ, ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ജാം, ജെല്ലീസ് കാര്യങ്ങൾ, മധുരത്തിൻ്റെ ഇൻടേക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതേപോലെ ആൽക്കഹോൾ, സ്മോക്കിംഗ് അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ട്രിഗർ ചെയ്യുന്ന അലർജീസ് അത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ പല രീതിയിൽ നമ്മൾ ഈ ഒരു എക്സിമാനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 മുതൽ 7 രീതിയിൽ നമ്മൾ എക്സിമ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അറ്റോപിക് എക്സിമ, അറ്റോപിക് മീൻസ് നമുക്ക് സ്കിന്നിൻ്റെ സർഫസിൽ ഡ്രൈ ആയിട്ടും ഇച്ചി ആയിട്ടുള്ള അപ്പിയറൻസ്, ഇച്ചിങ് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ പോംഫിഗസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് ഒരു ഫ്ലൂയിഡോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ ഫോർമേഷൻസ് കാണിക്കുന്നതാണ് പോംഫിഗസ് എന്ന് പറയുന്നത്. ഡിസ്കോയിഡ് എക്സിമ ഉണ്ട്, അത് ഒരു ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലേക്സ് പോലെ കാണിക്കാം. കോണ്ടാക്ട് എക്സിമ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വസ്തുവിനോട് കോണ്ടാക്ട് വരുന്ന സമയത്ത്. ദെൻ സെബോറിക് എക്സിമ കണ്ടീഷൻസ് അല്ലെങ്കിൽ സെബോറിക് ഡ്രൈ സ്കിൻ പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം. സെബോറിക് എക്സിമ എന്ന് പറയുന്നത് എസ്പെഷ്യലി നമ്മുടെ ഐബ്രോസിൽ, നോസിൻ്റെ ഭാഗത്ത്, സ്കാൽപ്പിൽ, ഇവിടേക്കാണ് മെയിൻലി ഈ ഒരു സെബോറിക് എക്സിമ കാണിക്കുന്നത്. ലൈക്കൻ സിംപ്ലെക്സ് എന്ന് പറയുമ്പോൾ അത് ഡ്രൈ ആയിരിക്കും, ഭയങ്കര തിക്കൻഡ് സ്കിൻ ആയിരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ചൊറിച്ചിലും അനുഭവപ്പെടാവുന്നതാണ്. അത് കൂടുതലായിട്ടും സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് ട്രിഗർ ചെയ്യുന്നതാണ്. ദെൻ വെരിക്കോസ് എക്സിമ എന്ന് പറയുമ്പോൾ വെരിക്കോസ് അൾസറിൻ്റെ ഭാഗമായിട്ട് അത് ചൊറിഞ്ഞു പൊട്ടി വ്രണമാവുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസ് എക്സിമ എന്ന് പറയുന്നത്. അങ്ങനെ പല ടൈപ്സുകളിലും നമ്മൾ എക്സിമ അല്ലെങ്കിൽ ഈ ഒരു ഡ്രൈ സ്കിന്നിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു കോസുകൾ മാത്രമല്ല, പല ഫാക്ടേഴ്സ് കൊണ്ടും ഈ ഒരു എക്സിമ കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റേണലി ഓയിൻമെൻറ്റ്സ് കാര്യങ്ങളൊന്നും തേച്ചിട്ട് കാര്യമില്ല. ഇന്റേണലി എന്തോ ഒരു റൂട്ട് കോസ് കൊണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു കാരണം കൊണ്ടാണ് ഇത് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൂട്ട് കോസ് നമ്മൾ അനലൈസ് ചെയ്യുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഹോമിയോപ്പതി സൈഡ് നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിന് അവൈലബിൾ ആണ്. നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കംപ്ലീറ്റ് ആയിട്ടും അനലൈസ് ചെയ്ത് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അവർക്ക് മെഡിസിൻസ് കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.